ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് ലക്ഷ്മി കൃഷ്ണ ആൻഡ് യു വാച്ചിങ് നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ എന്നത്തെയും പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള 10 മിനിറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ചട്നി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഫ്ലേവറിലുള്ള ഒരു ചട്നി. സാധാരണ നമ്മൾ പുതിനയില യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ചട്നി എന്തിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഏതായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചേർക്കണമെന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ റഫായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് അരിയണം അങ്ങനെയൊന്നും വേണ്ട, റഫായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെയ്ത് നോക്കി ഇതുപോലെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് ഇതൊരു ഗ്രീൻ കളർ ചട്നിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരല്പം പുളിയും ചേർത്ത് കൊടുക്കുന്നു. വളരെ ചെറിയ കഷ്ണം മാത്രം ചേർത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഇപ്പോൾ ഞാനിവിടെ തേങ്ങ ഇളക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു അരമുറിൻ്റെ പകുതി തേങ്ങയാണ് ഇളക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരികെ തേങ്ങയാണ് നിങ്ങൾ ചേർക്കണതെങ്കിൽ ഇപ്പോൾ ഈ ഉള്ളി വഴട്ടുമ്പോൾ ചേർക്കണ്ട, അവസാനം നമ്മൾ പുതിനയില ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് ഇളക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഉള്ളിയോടൊപ്പം തന്നെ തേങ്ങയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ട് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉള്ളിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാവും കേട്ടോ. ഏതാണ്ട് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ സാധിക്കും. ഈ ചട്നിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവോളയാണ് ഈ ചട്നിയിൽ ഒരു ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത്. അതുകൊണ്ട് സവോള ഒരെണ്ണം ചേർക്കുക, മുഴുവനായിട്ട് തന്നെ ചേർക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സവോള ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതിനയില ചേർക്കുമ്പോൾ ഇതിപ്പോൾ നോക്കി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പച്ചമുളകൊന്ന് വാടി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വഴറ്റി അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നോക്കി ഞാനിപ്പോൾ ഒരു കൈ പിടി നിറയെ പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇളം തണ്ടുണ്ടല്ലോ അതോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിനയിലേൻ്റെ കതിരില എടുക്കില്ലേ, നല്ല തളിരില എടുക്കുമ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന ഇളം തണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഘനം കൂടിയ തണ്ട് ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചട്നി നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴേക്കും അതിൽ നാര് പോലെ ആ തണ്ട് കിടക്കും. അപ്പോൾ നമുക്ക് കഴിക്കാൻ അത്രയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല. അത് മാത്രമല്ല ഒരു ചെറിയ കയ്പ്പ് രസവും കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും ഘനം കൂടിയ തണ്ട് ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. തളിരിടയോട് ചേർന്നിരിക്കുന്ന ഘനം കുറഞ്ഞ തണ്ടുണ്ടല്ലോ അത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചേർത്തപ്പോൾ ധാരാളം ഇല എണ്ണ പോലെ തോന്നില്ല. ഇപ്പോൾ നോക്കി വാടി വന്നപ്പോൾ ഇത്തിരി ഇല മാത്രമേ ഉള്ളൂ. ഇനി ഈ ഇല നന്നായിട്ട് ഇങ്ങനെ വാടി അതിൻ്റെ കളറൊക്കെ മാറ്റാൻ അതുപോലെ നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. എങ്കിൽ മാത്രമേ ആ ഇലേൻ്റെ ആ പുതിനയിലേൻ്റെ നല്ലൊരു മണം ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വഴറ്റി അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ലൂസ് ചെയ്യുന്ന പോലെ ചെയ്യാണ്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇലയും അതിലിരിക്കുന്ന ഇളം തണ്ടുകളും ഒക്കെ നന്നായിട്ട് വാടി വരും കേട്ടോ. അതുവരെ മാത്രം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതേ നോക്കി ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ പുതിനയില നമ്മൾ ചേർത്ത് കൊടുത്തതൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇല ഒന്ന് വാടി വന്നിട്ടുള്ളേ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടി മാത്രം എടുക്കുമ്പോൾ ഇലേൻ്റെ ശരിക്കുള്ള ഫ്ലേവർ മുഴുവൻ ചട്നിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതേ കാണുന്നില്ലേ, ഇളം തണ്ടുകളാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒരല്പസമയം തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേ ഇപ്പോൾ നമ്മുടെ ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്.
ഒരല്പം വെള്ളം കൂടി ചേർത്ത് രണ്ട് ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ വരുന്നത് വരെ അരച്ചെടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ചേർക്കുക, ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചട്നിയുടെ ഷെൽഫ് ലൈഫ് പോകും കേട്ടോ. ഇത് നോക്കി, നമ്മുടെ ക്രീമി ടെക്സ്ചറിലുള്ള ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു താളിപ്പ് ചേർക്കുന്നുണ്ട്. സാധാരണ കടുകും ചുവന്ന മുളകും മാത്രം താളിച്ച് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഈ താളിപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ശരിക്കും ആ ചട്നീൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ആവും കേട്ടോ. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ താളിപ്പ് കൂടെ ചേർക്കുമ്പോഴാണ് ശരിക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ താളിപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പും കറിവേപ്പിലൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വെറും വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകുമാണ് താളിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ക്രീമി ടെക്സ്ചറിലുള്ള പുതിന ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഇഡ്ഡലി, ദോശ, അപ്പം, ഊത്തപ്പം, പിന്നെ ഈ വടയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഉഴുന്നുവട, ബജി, ഇതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ചട്നി യൂസ് ചെയ്യാം. ഭയങ്കര ക്രീമി ടെക്സ്ചറിലുള്ള നല്ലൊരു ചട്നിയാണ്. അത് മാത്രമല്ല, നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും നമുക്ക് ഈ ചട്നി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്രീമി ടെക്സ്ചറിലുള്ള ഈ ചട്നി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാട് അടുക്കള.